മുദരിസുമാർ അവർക്ക് പലപ്പോഴായി നാം ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. വളരെ ചെറിയ സമയത്തെ ട്രെയിനിങ് പ്രോഗ്രാമുകൾക്കിടയിൽ തന്നെ ഏറെ പുരോഗതിയും നേട്ടങ്ങളും ധാരാളം മുദരിസുമാർ നമ്മുടെ കൂടെ പങ്കുവച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ ദർസ് എന്നത് നമ്മുടെ കഴിഞ്ഞ കാലത്തെ പണ്ഡിതന്മാർ എങ്ങനെയാണ് അതിനെ നോക്കിക്കണ്ടത്, സമൂഹത്തിന് അതിനെ വിഭാവനം ചെയ്തത് എങ്ങനെയെന്നത് പഠിക്കുമ്പോൾ ഇതൊന്നും പോരാ. മറിച്ച് ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ, ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ്, സാമൂഹ്യ സൃഷ്ടിപ്പ്, അതിൽ വലിയൊരു പങ്ക് നിർവഹിക്കാൻ പറ്റുന്നതാണ് ഈ ദർസ് എന്ന സംവിധാനം. ഒരു ദർസ് ഒരു നാട്ടിൽ നടക്കുമ്പോൾ ആ നാട്ടിൽ പുറത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ കൂടെ ഇരുന്ന് പഠിക്കുക, ഉയരങ്ങളിലേക്ക് എത്തുക എന്നതിനപ്പുറം അതിൻ്റെ കൂടെ ആ നാട്ടിലെ വിദ്യാർത്ഥികൾ, യുവാക്കൾ, പ്രായം ചെന്നവർ, സ്ത്രീകൾ, കുട്ടികൾ ഇവരുടെ എല്ലാം ജീവിതത്തിലെ വിദ്യാഭ്യാസത്തിൽ ഇടപെടാൻ, അവരുടെ ജീവിത വ്യവഹാരങ്ങളിൽ ഇടപെടാൻ, സാമ്പത്തിക പുരോഗതിയിൽ ഇടപെടാൻ, ആരോഗ്യത്തിലെ പുരോഗതിയിൽ ഇടപെടാൻ, ഇതിലെല്ലാം ഉള്ള സുതാര്യമായ ഒരു സംവിധാനം കൂടിയായിരുന്നു ദർസ് എന്നത്. അത് മനസ്സിലാക്കി ഇടപെടാൻ ശേഷിയുള്ള ധാരാളം പണ്ഡിതന്മാർ മുദരിസുമാരായി വ്യത്യസ്ത സ്ഥാപനങ്ങളിലും നാടുകളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് നല്ലൊരു ഹെൽപ്പ് കിട്ടിയാൽ അവർക്കൊരു ജീവിത നിശ്ചിത കാലയളവിനിടയിൽ ഈ വിഷയങ്ങളിലെല്ലാം മാറ്റം വരുത്താനും പുതിയൊരു സാമൂഹ്യ സൃഷ്ടിപ്പിനും അവർക്ക് സാധിക്കും. നല്ലൊരു സൊസൈറ്റിയെ ബിൽഡ് ചെയ്തെടുക്കാൻ, നല്ലൊരു നാട് നിർമ്മിക്കാൻ, ആത്മീയതയിൽ, ആരോഗ്യത്തിൽ, സാമ്പത്തികത്തിലെല്ലാം വളരെ ഉയർന്ന നിലവാരമുള്ളൊരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ പണ്ഡിതന്മാർക്ക് കഴിയും. അതിന് പ്രാപ്തരായ പണ്ഡിതന്മാർക്ക് അതിന് പരിശീലനം ലഭിച്ചാൽ അത് നേടിയെടുക്കാൻ കഴിയും എന്നത് നമുക്ക് പല ഘട്ടങ്ങളിലായി ഓരോ പ്രധാന ഘടകങ്ങളിലും പരിശീലിച്ച് വിജയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായപ്പോൾ നാം അത് മുദരിസ് അക്കാദമി എന്ന പേരിൽ ഡിസൈൻ ചെയ്തു. ഇൻഷാ അല്ലാഹ് നമുക്കതിൽ വലിയ നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയും. അതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ബാച്ചുകളിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത മുദരിസുമാരിൽ നല്ലൊരു ശതമാനം പേർ ഉയർന്ന നേട്ടങ്ങൾ കൊയ്തെടുക്കുകയും മറ്റുള്ളവർ പല കാരണങ്ങളാൽ അല്പം പിന്നോക്കം പോകുമ്പോഴും അവർക്കും തൊട്ടടുത്ത ഭാവിയിൽ ഈ വിഷയങ്ങൾ നേടിയെടുക്കാം എന്നവർക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്നു. മുദരിസ് അക്കാദമിയിലൂടെ ഈ കാര്യങ്ങൾ പരിശീലിക്കുമ്പോൾ ഒരു മുദരിസ് നേടിയെടുക്കുന്ന നേട്ടം അർത്ഥപൂർണമായ ഒരു സേവനം, ഒരു നാട് സൃഷ്ടിച്ചതിൻ്റെ സംതൃപ്തി, കൂടാത്തതിന് മറ്റുള്ളവരുടെ ഔദാര്യങ്ങളില്ലാതെ തന്നെ ഉയർന്ന വരുമാനം നല്ല അന്തസ്സോടുകൂടെ നേടിയെടുക്കാൻ അവർ പ്രാപ്തരാകുന്നു. തൻ്റെ കൂടെ വന്ന വിദ്യാർത്ഥികളെ ഉയർന്ന നിലവാരത്തിൽ സാമ്പത്തികമായും ആരോഗ്യത്തിലും അല്ലാത്ത മാനസികാരോഗ്യത്തിലുമെല്ലാം ഉയർന്ന നിലവാരമുള്ള ഒരു ലീഡറായി, നേതാവായി, വലിയ വ്യക്തികളായി തൻ്റെ വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കാൻ ഇതിനെല്ലാം സഹായകമാകുന്ന പ്രാക്ടിക്കൽ ഓറിയൻറ്റഡായ 5 മാസം ദീർഘമായി നിലനിൽക്കുന്ന ഒരു പരിശീലനമാണ് മുദരിസ് അക്കാദമി എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ചെയ്യുന്നത് തുടക്കത്തിൽ 1, 2 അല്ലെങ്കിൽ 3 ദിവസം തുടർച്ചയായി ക്യാമ്പ് ചെയ്ത് വിഷയങ്ങളുടെ ഗതിവിഗതികൾ, അതിൻ്റെ ചലനഗതികൾ മനസ്സിലാക്കുന്നു. ഏത് റൂട്ടിലൂടെയാണ് സഞ്ചരിക്കുക എന്ന് മനസ്സിലാക്കുന്നു. ശേഷം ആഴ്ചതോറും ആഴ്ചയിൽ ഒരു ദിവസം എന്നോണം ഒന്നിച്ചിരുന്ന് ഓരോ കാലഘട്ടത്തിനിടയിലെ പുരോഗതികൾ വിലയിരുത്തുന്നു. ആവശ്യമായ മെൻറ്ററിങ്, ആവശ്യമായ വിലയിരുത്തലുകൾ, സപ്പോർട്ടുകൾ ഓരോ ആഴ്ചയിലും നേടിയെടുക്കുന്നു. അങ്ങനെ ഈ കാലയളവ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്ക് നമ്മൾ ഉദ്ദേശിച്ച ഈ നേട്ടങ്ങളുടെ എല്ലാ വശങ്ങളും നേടിയെടുക്കാൻ എനിക്ക് കഴിയുമെന്ന് ബോധ്യപ്പെടുകയും ഈ കാലയളവിനിടയിൽ നേടിയെടുക്കാവുന്ന പരമാവധി പുരോഗതി നേടിയെടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ മുദരിസുമാരെ ഉയർന്ന നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കാൻ ഹാപ്പി സോണിൻ്റെ ഒരു പുതിയ സംഭാവന കൂടിയാണ് മുദരിസ് അക്കാദമി എന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് പുതിയ അർത്ഥതലങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും എന്ന് തെളിയിക്കുന്ന ഹാപ്പി സോണിൻ്റെ മുദരിസ് അക്കാദമിയിലേക്ക് നിങ്ങൾക്കും ജോയിൻ ചെയ്യാം.